വിസിറ്റ് വിസ പുതുക്കാൻ വേണ്ടി അമ്മച്ചി നാട്ടിൽ പോയപ്പോ പാസ്പോർട്ട് കളഞ്ഞപ്പോ ഒരു കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. എത്ര വലുതായെന്ന് പറഞ്ഞാലും ശരി, ഉമ്മമാരുടെ മുമ്പിൽ നമ്മൾ കൊച്ചു കുട്ടികൾ തന്നെയല്ലേ. അമ്മച്ചി എന്റെ കൂടെ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസം വേറെ തന്നെയാട്ടോ. അത് ആര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, അത് കിട്ടില്ല. ഇത്തവണ വിസിറ്റ് വിസ പുതുക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി നാട്ടിലേക്ക് പോവാണ്. നമ്മൾ ദുബായ് എയർപോർട്ടിലെത്തി. സ്പൈസ് ജെറ്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ അമ്മച്ചി പോയ സമയത്ത് ലഗേജ് കണ്ടുപിടിക്കാൻ കുറെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ. പക്ഷേ ഇത്തവണ മിസ്സായത് എന്താണെന്നറിയോ? പാസ്പോർട്ടാണ്. അതിന്റെ കഥ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് അമ്മച്ചി പോവാണ്. ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഒരാഴ്ചത്തേക്കാണ് കേട്ടോ അമ്മച്ചി പോകുന്നത്. വിസ വന്ന ഉടനെ തന്നെ അമ്മച്ചി തിരിച്ചെത്തും. ഒറ്റയ്ക്ക് പോയി അമ്മച്ചിക്ക് പരിചയം ഉണ്ടെങ്കിലും ഒരിക്കൽ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. മാഷാല്ലാ, താങ്ക് യു സോ മച്ച്. അമ്മച്ചി പോയ ശേഷം വിത്തിൻ 2 days കൊണ്ട് ഒരു ഡെപ്പോസിറ്റും ഇല്ലാതെ ഷാർജ വിസിറ്റ് വിസ എനിക്ക് എടുത്തു തന്നത് GF ടൂറിസം ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ രാവിലെ 5:30 ആയപ്പോഴേക്കും ഞാനിതാ ഷാർജ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അമ്മച്ചി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാസ്പോർട്ട് മിസ്സായ കഥ പറഞ്ഞില്ലല്ലോ. അമ്മച്ചി നാട്ടിൽ പോയ ശേഷം കൊച്ചിൻ എയർപോർട്ടിൽ വെച്ച് UA എക്സ്ചേഞ്ചിൽ പോയതാ. അവിടെ അത് ഏൽപ്പിച്ചിട്ട് തിരികെ മേടിക്കാതെ നേരെ വീട്ടിൽ പോയി. പിന്നീട് ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഒരുപാട് കഷ്ടപ്പെട്ട് എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഷിയാസിക്കയും ഫ്രണ്ട് നൈസിലും ചേർന്നിട്ടാണ് നമുക്ക് ആ ഒരു പാസ്പോർട്ട് തിരികെ വാങ്ങി തന്നത് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അമ്മച്ചി വരുന്നുണ്ട് നല്ല മഞ്ഞ ചുരിദാറൊക്കെ ഇട്ടിട്ട്. മാഷാല്ലാ. എന്റെ സിസ്റ്റർ നിഷ വാങ്ങിക്കൊടുത്ത ചുരിദാറാണ്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അപ്പോൾ വൺസ് അഗൈൻ താങ്ക്സ് ടു ഷിയാസ്ക, നൈസൽ ആൻഡ് GF ടൂറിസം.